ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗുരുദേവകൃതിയായ ദർശനമാലയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുകയുണ്ടായി. പ്രതിപാദ്യ വിഷയം പ്രപഞ്ച സൃഷ്ടിയാണ്. ദൈവം തൻ്റെ സങ്കല്പശക്തിയാൽ സർവ്വതും സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിൽ ഒരു ചോദ്യം, ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടിക്ക് പ്രേരണയായ കാര്യം എന്തായിരുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകത്തിലുള്ളത്. മാത്രവുമല്ല, ദൈവം പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പോൾ എന്തു വസ്തുവാണ് പ്രപഞ്ചമായി രൂപാന്തരം പ്രാപിച്ചത് എന്നുകൂടി ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം: വാസനാമയമേവാദാവാസീദിദമധ പ്രഭു അസൃജൻ മായയാ സ്വസ്യ മായാവീവാഖിലം ജഗത്ത്. ഓരോ പദവും പ്രത്യേകമായിട്ട് പറയാം. വാസനാമയം ഏവ ആദൗ ആസീത് ഇദം അഥഃ പ്രഭു അസൃജത് മായയാ സ്വസ്യ മായാവി ഇവ അഖിലം ജഗത്ത്. അന്വയിച്ച് പറയാം. അന്വയാർത്ഥം: ആദൗ ഇദം വാസനാമയം ഏവ ആസീത്. ആദിയിൽ ഇത് കേവലം വാസനാമയം മാത്രം ആയിരുന്നു. അഥഃ പ്രഭു സ്വസ്യ മായയാ മായാവി ഇവ അഖിലം ജഗത്ത് അസൃജത്ത്. പിന്നീട് പ്രഭു അഥവാ ഈശ്വരൻ സ്വസ്യമായ തൻ്റെ മായ കൊണ്ട് മായാവി ഇവ മായാവിയെപ്പോലെ അഖിലം ജഗത്ത് അസൃജത്ത് ഈ ജഗത്തിനെ എല്ലാം സൃഷ്ടിച്ചു. അതായത്, സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം വാസനാരൂപേണ ഈശ്വരനിൽ നിലനിന്നിരുന്നു. പിന്നീട്, അതായത് സൃഷ്ടിയുടെ സമയത്ത്, ഭഗവാൻ തന്നിൽ വാസനാരൂപേണ ലീനമായി കിടന്നിരുന്ന പ്രപഞ്ചത്തെ പുറത്തെടുത്ത് ഒരു മായാവിയെപ്പോലെ, മായാവിദ്യകൾ കാണിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ തൻ്റെ മായ കൊണ്ട് പ്രകടമാക്കി. പ്രപഞ്ചമാകുന്ന കലയുടെ കലാകാരനാണ് ഭഗവാൻ. ഒരു കലാകാരനിൽ കലാപ്രകടനം നടത്താനുള്ള വാസന എപ്രകാരം അടങ്ങിയിരിക്കുന്നുവോ അപ്രകാരം ഈശ്വരനിൽ പ്രപഞ്ച സൃഷ്ടിക്കുള്ള വാസന അടങ്ങിയിരുന്നു എന്ന് സങ്കല്പിക്കുക. സംഗീതവാസന ഉള്ള ഒരാൾക്ക് പാട്ട് പാടാതിരിക്കാൻ വയ്യ. കവിതാവാസനയുള്ളയാൾക്ക് കവിത എഴുതാതിരിക്കാനും വയ്യ. അതായത്, വാസന എന്നത് പ്രവൃത്തിക്കുള്ള പ്രേരണയാണ്. അതുകൊണ്ട് സൃഷ്ടികർമ്മത്തിനുള്ള വാസന ഈശ്വരന് സൃഷ്ടി ചെയ്യാനുള്ള പ്രേരണ ആയിത്തീർന്നു എന്ന് വേണം കരുതാൻ. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈശ്വരൻ സങ്കല്പം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഭഗവാന്
അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകാനുള്ള കാരണം ആണ് ഈ പറയപ്പെട്ട വാസന. ആദ്യത്തെ ശ്ലോകത്തിൽ സങ്കല്പം കൊണ്ട് സ്വപ്നം പോലെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ മായാവിദ്യകൾ കാണിക്കുന്നത് പോലെ സൃഷ്ടിച്ചു എന്നും പറയുന്നു. സ്വപ്നവും മായയും ഒരുപോലെയല്ലേ? സ്വപ്നം കാണുന്ന സമയത്ത് അത് സത്യമാണ് എന്ന് തോന്നും. ഉണരുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതെല്ലാം മിഥ്യയാണ് എന്ന് ബോധ്യമാകും. അതുപോലെ ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ജാലവിദ്യകൾ കാണുമ്പോൾ അത് സത്യമാണെന്ന് കരുതി കാഴ്ചക്കാർ അത്ഭുതപ്പെടും. എന്നാൽ അതിൻ്റെ യഥാർത്ഥമറിയുമ്പോൾ അത് വെറും തട്ടിപ്പാണ് എന്നും ബോധ്യപ്പെടും. ഇതുപോലെ ഈ പ്രപഞ്ചരഹസ്യം എന്താണ് എന്ന് അറിയാത്തവർക്ക് ഇതെല്ലാം സത്യമാണ് എന്ന് തോന്നും. അതിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് ഒത്ത് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. ഇതെന്താണെന്നും എവിടെ നിന്നും വന്നു എന്നും അറിഞ്ഞ് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ശാശ്വതമായ സമാധാനം ലഭിക്കൂ. അതിനുള്ള സത്യാന്വേഷണത്തിൻ്റെ വഴിയിലാണ് നാം ഇപ്പോൾ എന്നും ഓർക്കണം. സങ്കല്പമായാലും സ്വപ്നമായാലും വാസനയായാലും മായയായാലും അത് ഈശ്വരനിൽ ഉണ്ടായത് ആണ് എങ്കിൽ ഈശ്വരാംശം തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ഇവയെ കാരണമാക്കിക്കൊണ്ട് രൂപം ധരിച്ചിരിക്കുന്ന പ്രപഞ്ചവും ഈശ്വരാംശം തന്നെ ആണ് എന്ന് കരുതാവുന്നതാണ്. കാരണവസ്തു തന്നെയാണ് കാര്യവും എന്ന സിദ്ധാന്തം ഇവിടെ പ്രമാണം ആകുന്നതാണ്. ഉദാഹരണത്തിന്, വസ്ത്രത്തിൻ്റെ കാരണവസ്തു നൂലാണെങ്കിൽ വസ്ത്രവും നൂല് തന്നെയാണ്. വസ്ത്രത്തിൽ നൂലല്ലാതെ മറ്റൊന്നും ഇല്ല. അതുപോലെ ഈശ്വരാംശമായിരിക്കുന്ന ശക്തികളാൽ നിർമ്മിക്കപ്പെട്ടതാണ് പ്രപഞ്ചവും എങ്കിൽ ഈ പ്രപഞ്ചവും ഈശ്വരാംശം തന്നെ ആണ്. സർവം നിറഞ്ഞിരിക്കുന്ന ശക്തിയായ പരബ്രഹ്മത്തെയാണ് ഈശ്വരനായി സങ്കല്പിക്കുന്നത് എങ്കിൽ ഈശ്വരനിൽ പല അംശങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ സങ്കല്പിക്കുന്നത് ശരിയല്ല. ബ്രഹ്മം അഖണ്ഡവും പൂർണ്ണവും ഏകവുമാണ്. അതല്ലാതെ മറ്റൊന്നും ഇല്ല. സർവം ഖൽവിദം ബ്രഹ്മ. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ബ്രഹ്മം സ്വയം പ്രപഞ്ചമായി പ്രകടമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ബ്രഹ്മം പ്രപഞ്ചമായി പ്രകടമായതെങ്ങനെ? എന്തുകൊണ്ട്? ഇതിനുത്തരം ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാതെ സമം തിരിഞ്ഞിടുന്നു. ഭാരതീയ ചിന്തകന്മാർ ബ്രഹ്മത്തെ അറിവായിട്ടാണ് ദർശിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാകുന്നു ബ്രഹ്മം അഥവാ ഈശ്വരൻ. കേവലം ബ്രഹ്മത്തിന് തന്നിൽ എന്തെല്ലാം കഴിവുകൾ ഉണ്ട്, തനിക്ക് എന്തെല്ലാം ആകാൻ പറ്റും, ഏതെല്ലാം രൂപങ്ങളിൽ ഏതെല്ലാം ഭാവങ്ങളിൽ പ്രകടമാകാൻ സാധിക്കും എന്ന് ഒന്ന് പരീക്ഷിച്ച് അറിയാൻ വേണ്ടി സ്വയം ഭൂമി മുതലായ വസ്തുക്കളായി രൂപാന്തരപ്പെട്ടു. അതായത് കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നാൽ ഈ കാഴ്ചകളെ നമുക്ക് ബ്രഹ്മമായിട്ട് തിരിച്ചറിയാനും സാധിക്കുന്നില്ല. ഈ കാഴ്ചകൾ ഇരുട്ടത്ത് ഒരു തീപ്പന്തം വട്ടം ചുറ്റിച്ച് കാണിച്ചാൽ കാണുന്ന കാഴ്ച പോലെയാണ്. കാണുന്നത് പന്തത്തെ തന്നെയാണ്.
എന്നാൽ കാണപ്പെടുന്ന കാഴ്ച ബന്ധത്തിൻ്റെ രൂപത്തിലല്ല താനും. ഇതാണ് മായ. വസ്തുവെ അതിൻ്റേത് അല്ലാത്ത മിഥ്യയായ ഒരു രൂപത്തിൽ പ്രകടിപ്പിച്ച് കാണിക്കുക. ഇങ്ങനെയാണ് ഭഗവാൻ മായാവിയെപ്പോലെ മായ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കണം. പ്രകൃതിക്ക് അടിപ്പെട്ട് പ്രപഞ്ചദൃശ്യങ്ങളിൽ മോഹിച്ച് നാം ഈശ്വരനെ മറന്നുപോകുന്നതും ഈ മായ കാരണമാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. നമസ്കാരം.